Good morning. I am Simon D. Tharayil, Mathematics Academy, Thrissur. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവരുടെ പഠനം വളരെ സുഗമമായി പ്രൊഡക്റ്റീവായി രൂപപ്പെടുത്താം എന്നതാണ്. മിക്ക വിദ്യാർത്ഥികൾക്കും എങ്ങനെ എപ്പോൾ പഠിക്കണം എന്നുള്ളത് കൃത്യമായി അറിയുന്നില്ല. അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു ഡെയിലി ടൈം ടേബിൾ ബുക്ക് എന്ന ഒരു ടൂൾ അവതരിപ്പിക്കുകയാണ്. ഇതിൽ ദ ടീച്ചിങ് മെത്തോളജി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൊടുത്തിരിക്കുന്നു. അതിൽ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നും, 2 വിദ്യാർത്ഥികൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതും വിദ്യാർത്ഥികൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളതും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ചെയ്യേണ്ടവ ഞാൻ 1 by 1 ആയി ഇവിടെ വിവരിക്കാം. 1, they have to take healthy food and pure water. മിക്ക കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വളരെ വിമുഗ്ധത കാണിക്കുന്നുണ്ട്. ബ്രെയിനിന്റെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. നല്ല ഉണർവും ആരോഗ്യമുള്ള ശരീരവും ബ്രെയിനും ഉണ്ടെങ്കിൽ മാത്രമേ പഠനത്തിന് വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല വെള്ളം ഒരു കുപ്പി നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മേൽ വയ്ക്കുക. ചെറിയ ചെറിയ ഇന്റർവെല്ലിൽ കുറേശ്ശെ വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ പഠനത്തെ നല്ലവണ്ണം സ്വാധീനിക്കും. അടുത്തത്, നിങ്ങളുടെ സപ്പർ വളരെ ലൈറ്റ് ആക്കുക. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് 1 ഗ്ലാസ് പാല് കൂടെ ഷുഗറും ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നല്ല ഉറക്കവും നല്ല ഉണർവും രാവിലെ കിട്ടുന്നതായിരിക്കും. അടുത്തത്, കുട്ടികൾ നിർബന്ധമായും ഔട്ട്ഡോർ ഗെയിംസ് കളിച്ചിരിക്കണം. അവർ കളിക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ വരിക. അതനുസരിച്ച് അവർക്ക് ഉത്തേജനവും പഠിക്കാനുള്ള ആവേശവും വരിക. കളിച്ച കുട്ടികൾ പഠനത്തിലെ പിന്നിലേക്ക് പോകുമെന്നുള്ള ഒരു ധാരണ തെറ്റാണ്. പഠനത്തിന് പിന്നിലേക്ക് പോകുന്നത് പഠിക്കാത്തത് കാരണം മാത്രമാണ്. കളി ഒപ്പം കൊണ്ടുപോകുക. ധൈര്യമായിട്ട് കളിച്ചോളൂ. അടുത്തത്, സെലക്ട് യുവർ സ്റ്റഡി ആൻഡ് ബെഡ്റൂം ഇൻ ദ നോർത്ത് ഈസ്റ്റ് സൈഡ്. വടക്ക് കിഴക്ക് ഭാഗത്തിലേക്ക് നിങ്ങളുടെ പഠന റൂമും ബെഡ്റൂമും സജ്ജീകരിക്കുകയാണെങ്കിൽ വളരെ നന്നാവും. കിഴക്ക് വശത്ത് നിന്ന് നോക്കിയിരുന്ന് പഠിക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതും ആ എനർജിയും നിങ്ങൾക്ക് കിട്ടും. അത് ബുദ്ധരാശിയാണ്.
നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന രൂപത്തിൽ വിൻഡോന്റെ അടുത്ത് ആയി സെറ്റ് ചെയ്യുക. കൈയില്ലാത്ത കസേരയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ചാരിയിരിക്കാതിരിക്കണം. സ്പൈനൽ കോഡ് 90 ഡിഗ്രിയിൽ കുത്തനിരിക്കാവുന്ന രൂപത്തിൽ ഇരുന്നാൽ നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ടെസ്റ്റ് ഡേറ്റ്സ്, എക്സാം ഡേറ്റ്സ് നേരത്തെ കൂട്ടി ഞങ്ങളെ അറിയിക്കുക. അടുത്തത് കുട്ടികൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. Do not play computer games. ബേക്കറി ഐറ്റംസ് കുറച്ചാൽ നന്നായി. ഫ്രഷ് ഹോംലി ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. Do not keep your mobile or TV or music system in your study room. നിങ്ങൾ അത്യാവശ്യ ഫങ്ഷൻസ് ഒക്കെ പോകണം. അതൊരു റിഫ്രഷ്മെന്റ് ആണ്. Do not study mathematics in the previous day of the exam. തലേ ദിവസം പഠിച്ചിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം നേരത്തെ കൂട്ടി പഠിക്കണം എന്ന് തന്നെയാണ്. നിങ്ങൾ മറ്റുള്ള കുട്ടികളെ പരീക്ഷയ്ക്ക് സഹായിക്കാൻ പോകേണ്ട കാര്യമില്ല. അവർ അവരുടെ ജോബ് ചെയ്തോളും. നമുക്ക് കിട്ടുന്ന 3 മണിക്കൂർ സമയം ഒരു സെക്കൻഡ് പോലും കളയാതെ അവസാനത്തെ നിമിഷം വരെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം.